പ്രഭാഷണത്തിനായി ആലുവ കൂട്ടായ്മയുടെ രക്ഷാധികാരി CM യാക്കൂബ്. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ നീന കൊമ്പാറ, ആദരണീയനായ ഉദ്ഘാടകൻ ശ്രീമാൻ CP സലീം, മറ്റു വേദിയിലുള്ള ജിദ്ദയിലെ കലാ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരെ, ജിദ്ദ ആലുവ കൂട്ടായ്മയുടെ പ്രിയപ്പെട്ട മെമ്പർമാരെ, സഹോദരി സഹോദരന്മാരെ, എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം ഇന്നിവിടെ എത്തിയിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ്. എൻ്റെ കടമയിലേക്ക് കടക്കുന്നതിന് മുമ്പായി രണ്ടു വാക്ക് ഈ കൂട്ടായ്മയെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം ഒരു വർഷം മുമ്പ് ഇന്ത്യൻ എംബസിയിലെ മിസ്റ്റർ KK വിജയൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നൽകപ്പെട്ട ഈ പ്രസ്ഥാനം ഈ ഒരു വർഷം കഴിയുമ്പോൾ നമ്മ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ഏറെയൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും കുറേയൊക്കെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്നതാണ്. ഏകദേശം കഴിഞ്ഞ റമദാന് മുമ്പായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ കൂട്ടായ്മ 2 റമദാൻ പിന്നിട്ടു. ഈ 2 റമദാനിലും നമുക്ക് വളരെ വിപുലമായ രീതിയിൽ നോമ്പുതുറകൾ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ നടക്കുന്ന നോമ്പുതുറ പോലെ നമ്മുടെ സംഘടനയിലെ ഫണ്ട് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പിരിവ് നടത്തിക്കൊണ്ടോ അല്ല ആ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടത്. ഈ കൂട്ടായ്മയിലെ പ്രധാന പ്രവർത്തകരിൽ 2 സഹോദരന്മാർ ഓരോ വ്യക്തികളും ഓരോ വർഷം ഏറ്റെടുത്തുകൊണ്ട് അത് നടത്തപ്പെടുകയാണ് ഉണ്ടായത്. ഒരു കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ വിപുലമായ ഒരു പിരിവ് നടത്തുക, അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഓരോരോ പരിപാടികൾ നടത്തുക, ഇതാണ് സ്വാഭാവികമായിട്ടുണ്ടാവുക. ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ മാസവരി പിരിക്കുന്ന ആ പൈസ കൊണ്ട് മാത്രം ഈ വക കാര്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുക എന്നൊരാശയം നിലനിൽക്കുന്നു എന്നതാണ് സന്തോഷാർഹം. നമ്മുടെ മെമ്പർമാരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജിദ്ദ അൽനൂർ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് നമുക്കൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തുവാൻ കഴിഞ്ഞു. അതും നമ്മുടെ പ്രവർത്തനത്തിന്റെ വലിയൊരു ഭാഗമായി ഞാൻ കാണുന്നു. സൗജന്യമായി വൈദ്യപരിശോധനയും ആവശ്യമായി വന്നാൽ ലാബ് പരിശോധനയും സൗജന്യമായി നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. അതുപോലെ നമ്മുടെ മെമ്പർമാർക്ക് ഈ കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് ഓരോരുത്തർക്കും വ്യക്തിപരമായി ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്നത്ര ഓഹരികൾ, ഓരോ കഴിയാവുന്ന ഓഹരികൾ സ്വരൂപിച്ചുകൊണ്ട് കൂട്ടായ്മയുടെ കീഴിൽ നാം ഒരു ബിസിനസ് പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നമ്മൾ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഒരു ബിസിനസ്സിൽ കൂട്ടായ്മയുടെ പണം മുടക്കുകയും അതിൻ്റെ വന്ന ലാഭം നമ്മൾ അവർക്ക് വീതിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ നാട്ടിൽ ചേർത്തലക്കടുത്ത് പട്ടണക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് 10 സെന്റ് സ്ഥലം ഈ കൂട്ടായ്മയുടെ വകയായി ആ മെമ്പർമാർക്ക് അത് വിട്ട് കിട്ടുന്ന ലാഭം വീതം വയ്ക്കാമെന്ന വ്യവസ്ഥയിൽ നമ്മൾ വാങ്ങിയിട്ട് ജാക്ക് എന്ന് ബോർഡ് വെച്ച് നിങ്ങൾക്കിപ്പോൾ ചെന്നാൽ കാണാം. പട്ടണക്കാട് ഹൈവേയുടെ 2ാമത്തെ പ്ലോട്ടായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ ക്യാൻസർ കെയർ ഫോർ ലൈഫ് എന്ന പദ്ധതി സൗദി അറേബ്യയിൽ ഉടനീളം ആവിഷ്കരിക്കുകയും അത് ഇവിടെ നടപ്പാക്കുന്നതിന് ഏറ്റെടുത്ത നവോദയയെ പരമാവധി സഹായിക്കുവാൻ നമ്മുടെ പ്രവർത്തനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 65ഓളം മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നാട്ടിലെ ഏകദേശം 1 ലക്ഷം രൂപയോളം നാം കളക്ട് ചെയ്യുകയും 65ഓളം മെമ്പർഷിപ്പ് എടുത്ത് നമ്മൾ ആ പദ്ധതിയിൽ ചേരുകയും നവോദയ പ്രഖ്യാപിക്കപ്പെട്ട ദിവസത്തിന് മുമ്പായി തന്നെ നവോദയയുടെ കോർഡിനേറ്റർക്ക് നമുക്കത് കൈമാറാൻ കഴിഞ്ഞു. അതുപോലെ നമ്മുടെ മെമ്പർമാർ ഈ നാട്ടിൽ പണിയെടുക്കുകയും നമ്മുടെ നാട്ടിൽ കിടക്കുന്ന അവരുടെ സഹോദരങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, അങ്ങനെ അവർക്ക് വേണ്ടപ്പെട്ടവർ മരണമടയുമ്പോൾ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന അവരോടൊന്നിച്ച് കൂട്ടമയ്യത്ത് നമസ്കാരങ്ങൾ സംഘടിപ്പിക്കുകയും നമ്മുടെ മെമ്പർമാരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉദ്ദേശിച്ചുകൊണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് സിജിയുമായി സഹകരിച്ചുകൊണ്ട് നടത്തുകയുണ്ടായി. തുടർന്നും ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, വളരെ പരിമിതികളുണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നതിന്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മൾ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു രീതിയിൽ നമുക്കിവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഇതുവരെ നിങ്ങൾ നൽകി വന്ന സഹകരണം തുടർന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിലിരിക്കുന്ന മാന്യ വ്യക്തികളോടായി തുടർന്നുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ അകമഴിഞ്ഞ പ്രാർത്ഥനയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകണമേ എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ സംഘടന ഇവിടെ 1 വർഷത്തെ പ്രവർത്തനത്തിൽ നിറസാന്നിധ്യമായി നിന്ന നമ്മുടെ പ്രസിഡന്റ് ശ്രീ നീന കോമ്പാറയാണ്. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കേണ്ട കാര്യമുണ്ട് എനിക്കൊന്നും തോന്നുന്നില്ല. എന്നാൽ തന്നെ ഔപചാരികതയുടെ പേരിൽ മാത്രം അദ്ദേഹത്തിന് ജിദ്ദ ആലുവ കൂട്ടായ്മയുടെ സ്വാഗതം പറഞ്ഞോളുന്നു. നമ്മുടെ ഈ പരിപാടി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീമാൻ CP സലീം. അദ്ദേഹം ഇസ്ലാമിക് ബാങ്കിന്റെ ഉയർന്ന ഉദ്യോഗം വഹിക്കുന്ന അദ്ദേഹമാണ്. മുൻ MESന്റെ ജിദ്ദ യൂണിറ്റ് പ്രസിഡന്റ് ആയും മറ്റ് സാംസ്കാരിക സാമൂഹിക സംഘടനകളിൽ പ്രവർത്തിച്ച് വളരെ പരിചയസമ്പന്നനായ അദ്ദേഹത്തെ തന്നെ ഈ കർമ്മത്തിന് കിട്ടിയതിൽ നാം വളരെയധികം സന്തുഷ്ടരാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പുതിയ ലോഗോ പ്രകാശനം ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. അതിനായി ഇവിടെ എത്തിയിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ ഉസ്മാൻ ഇരുമ്പുഴി അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഞാൻ ജിദ്ദ ആലുവ കൂട്ടായ്മയുടെ പേരിൽ സ്വാഗതം പറഞ്ഞു. ഈ പരിപാടിക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുവാൻ വേണ്ടി ജിദ്ദയിലെ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനായ അഡ്വക്കേറ്റ് മുനീർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജിദ്ദയിലെ ഇന്ത്യ വിഷൻ റിപ്പോർട്ടർ ശ്രീമാൻ ജാഫർ അലി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും
വളരെയധികം പ്രോത്സാഹനങ്ങൾ നൽകുന്ന ഒരു മാന്യദേഹമാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജിദ്ദയിലെ പൊതുപ്രവർത്തന രംഗത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് ഉമ്മർ അഞ്ചച്ചവടി. അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എറണാകുളം ജില്ലയിലെ തന്നെ നമ്മുടെ കൂട്ടായ്മ, ഇവിടെ തൊട്ടടുത്ത അയൽ കൂട്ടായ്മയായ പെരുമ്പാവൂർ കൂട്ടായ്മയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ റഹീം സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വിവിധ കലാകായിക രംഗത്തെ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുവാൻ അസാധ്യമെന്നുള്ളതുകൊണ്ട് അവർക്കെല്ലാവർക്കും ഇന്നീ പരിപാടിയിൽ പങ്കെടുക്കുന്ന കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തകർക്കും സഹോദരി സഹോദരന്മാർക്കും ഈ കൂട്ടായ്മയുടെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.